പാലാരിവട്ടം പാലം തകർന്ന് വീണില്ല. ഒരു റിപ്പോർട്ട് വന്നു. എന്താണ് വന്നത്? അതിനൊരു എഞ്ചിനീയറിംഗ് പിഴവുണ്ടെന്ന്. അപ്പോൾ ഡിമാൻഡ് ചെയ്തത് അതുമ്പോൾ ലോഡ് ടെസ്റ്റ് നടത്തണമെന്ന. ലോഡ് ടെസ്റ്റ് ഒന്നും നടത്തിയില്ല. പാലം തകർന്ന് വീണില്ല. പക്ഷെ അത് പഞ്ചവടി പാലമാണ്, കുഴപ്പമാണ്, അഴിമതിയാണ് എന്ന് പറഞ്ഞ് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കേസിൽപ്പെടുത്തി, വിജിലൻസ് കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ നോക്കിയ ഒരു പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. ഓരോ മാസം ഓരോ പാലം താഴോട്ട് വീഴുക. ജനങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്ന പാലാരിവട്ടം പാലം തകർന്ന് വീണെന്ന്. എറണാകുളത്തുള്ളവർക്ക് അറിയുള്ളൂ. പാലമൊന്നും വീണില്ല. ഇത് പാലം പുഴ കിടക്കുവാണ്. മൂന്നാമത്തെ പാലമാണ് PWD. ഇത് 24 കോടി രൂപയുടെ പാലമാണ്. എല്ലാ മാസവും ഒരു പാലം വീണുകൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുത്തെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കെതിരെ എടുക്കുന്നില്ല? അതാണ് ചോദ്യം. എഞ്ചിനീയറിംഗ്, പാലത്തിന്റെ എഞ്ചിനീയറിംഗ് നോക്കുന്ന മന്ത്രിയല്ല. ഞാൻ ആ വാദത്തെ സമ്മതിക്കുന്നു. പക്ഷേ അന്ന പിന്നെ നിങ്ങൾ എന്തിനാണ് ഇബ്രാഹിം കുഞ്ഞിനെ നിങ്ങൾ പ്രതിയാക്കിയത്? ഇബ്രാഹിം കുഞ്ഞിനെ പ്രതിയാക്കിയ ആളുകളുടെ മുമ്പിൽ അപമാനിച്ച കോടതി ഇടപെട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ ജയിലിൽ കിടന്നേനെ. ആളുകൾ മരിക്കുകയാണ്. കഴിഞ്ഞ പാലം വീണപ്പോൾ 2 പേര് മരിച്ചു. ഇപ്പോൾ ഒരാൾക്ക് പരിക്കേറ്റു, വേറെ 3 പേർക്ക് പരിക്കേറ്റു. ഇല്ലേ? നിരന്തരമായി വീഴും. അപ്പോൾ ഗവൺമെന്റ് വ്യക്തമാക്കണം. അന്ന് ചെയ്തതിന് നമ്മൾ കാലം മുഖത്തു നോക്കി കണക്ക് ചോദിക്കും. ഞാൻ പറഞ്ഞ വാചകം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കാലം മുഖത്തു നോക്കി കണക്ക് ചോദിക്കും. എഴുതി വെച്ചു.